ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയാണ്. വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി. പ്രധാനമായും ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ഫ്രഷായിരിക്കും ജോലി അന്വേഷിക്കുന്നത്. അപ്പോൾ ജോലി കിട്ടുക വളരെയധികം പ്രയാസമാണ്. കാരണം ജോബ് മാർക്കറ്റിൽ തന്നെ നിരവധി എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട്. അതിനാൽ തന്നെ പുതുതായി ഒരു കമ്പനിയിൽ ജോലിക്ക് വരുമ്പോൾ ഫ്രഷേഴ്സിനെ വേണ്ട എന്ന സ്ഥിരം പല്ലവിയായിരിക്കും മിക്കവരും കേട്ടിട്ടുണ്ടാവുക. അത്തരക്കാർ ആദ്യമായി ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ലിങ്ക്ഡിൻ എന്ന ആപ്ലിക്കേഷൻ എടുക്കുക. ഇത് മിക്കവരും അറിയാമായിരിക്കും ഈ ആപ്ലിക്കേഷനെ പറ്റി. എന്നാൽ എല്ലാവരും അത്ര സീരിയസ് ആയി കാണാറില്ല ഈ ആപ്ലിക്കേഷനെ. ഇതുകൊണ്ട് എന്ത് യൂസ് എന്നാണ്. ജോബ് സെർച്ച് ചെയ്യുന്ന മറ്റ് ആപ്ലിക്കേഷൻ ഇവിടെ കാണാം. ഇൻഡീഡ്, ഗ്ലാസ് ഡോർ, അങ്ങനെ പല ആപ്ലിക്കേഷനും കാണാം. എന്നാൽ ലിങ്ക്ഡിനാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനാലാണ് ഓപ്പൺ എന്ന് കാണിക്കുന്നത്. ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഞാൻ ഈ ആപ്ലിക്കേഷനെ പറ്റി ഒന്ന് പറയാം. ഇപ്പോൾ ഓപ്പൺ ചെയ്യുകയാണ്. കാണുമ്പോൾ ഏകദേശം ഒരു ഫേസ്ബുക്കിനോട് സാമ്യം തോന്നുന്ന ഒരു ആപ്ലിക്കേഷൻ. ഇതിലെന്താണ് ഇത്ര കാര്യമെന്നല്ലേ? ആദ്യമായി നിങ്ങൾ പോകേണ്ടത് നിങ്ങളുടെ പ്രൊഫൈലിലേക്കാണ്. പ്രൊഫൈൽ ചെന്നതിന് ശേഷം നല്ലൊരു DP വെച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ ആഡ് ചെയ്യുക. എക്സ്പീരിയൻസ് മുതൽ പഠിച്ചത് എന്താണ്, എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ഏതെല്ലാം കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സപ്പോസ് നിങ്ങൾ ഫ്രഷറാണ് എങ്കിൽ നിങ്ങൾ ചെയ്ത പ്രോജക്റ്റുകൾ അതെല്ലാം എന്താണ് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ കഴിയുന്നത് അത് ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം ഒരു കവർ ലെറ്റർ, നല്ലൊരു കവർ ലെറ്റർ കൂടി ആഡ് ചെയ്യുക. നല്ലൊരു കവർ ലെറ്റർ തന്നെ വേണം. ക്യാച്ചിങ് ആയ ഒരു കവർ ലെറ്റർ. അത് ഒരുപാടൊന്നും വലിച്ചു വാരി എഴുതേണ്ട കാര്യമില്ല. ഏകദേശം ഒരു 5-6 ലൈൻ മാത്രം. അതിൽ എല്ലാം അടങ്ങിയിരിക്കണം. നിങ്ങൾ പഠിച്ചത്, നിങ്ങളുടെ സ്കില്ല്, IT-യുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെ, അല്ലാത്ത എൻജിനീയേഴ്സ് അതുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ അങ്ങനെയുള്ള സ്കില്ലെല്ലാം ആഡ് ചെയ്യുക. എന്നിട്ട് കറണ്ട് ഫോൺ നമ്പർ ഇവയെല്ലാം വയ്ക്കുക. അതിനുശേഷം ജോബ് സെർച്ച് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ഏറ്റവും മുകളിലത്തെ ബാറിൽ സെർച്ച് എന്ന ഓപ്ഷൻ കാണാം. ഇതിൽ പോയതിന് ശേഷം IT ആണ്. ജസ്റ്റ് ഞാൻ എക്സാമ്പിളായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. IT സപ്പോർട്ടെന്ന് ഞാൻ നോക്കാം. നോക്കൂ, IT സപ്പോർട്ട് എന്ന് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തപ്പോൾ IT സപ്പോർട്ടിൻ്റെ ജോലി ഏതൊക്കെ വേക്കൻസി ഉണ്ട് അതും കാണിക്കാം. അതുകൊണ്ട് IT സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് എന്നതിന് അതിന് താഴെ ഇൻ ജോബ്സ്, അതിന് താഴെ വേറെ ഒരു സെർച്ച് ഓപ്ഷൻ വന്നിരിക്കുന്നു. IT സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് ഇൻ പീപ്പിൾ, അതായത് IT സപ്പോർട്ടായി വർക്ക് ചെയ്യുന്ന ആളുകളെ. ഇത് രണ്ടും നമുക്ക് ഹെൽപ്ഫുള്ളാണ് ലിങ്ക്ഡിന് ആദ്യമായി വരുന്നവർക്ക്. നോക്കൂ, IT സപ്പോർട്ട് അതിൽ ക്ലിക്ക് ചെയ്തു. നോക്കൂ, ഇപ്പോൾ ഈ ഓപ്ഷൻ വന്നിരിക്കുന്നവരെല്ലാം IT സപ്പോർട്ടിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഓൾറെഡി ഈ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നുണ്ട്. അവർ അവിടെ വർക്ക് ചെയ്യുന്നവരാണ്. ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കമ്പനികളോ മറ്റോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സൈഡിൽ കാണുന്ന പ്ലസ്, ഒരു മനുഷ്യരൂപവും പ്ലസും കാണുന്ന അതൊരു ഫ്രണ്ട്സ് റിക്വസ്റ്റ് പോലെയുള്ളതാണ്. കണക്റ്റ് എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിൽ കണക്റ്റ് ചെയ്താൽ അവർ അക്സെപ്റ്റ് അടിക്കുകയാണെങ്കിൽ അവരുമായി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. സപ്പോസ് അവിടെ വേക്കൻസി ഉണ്ടോ എന്ന രീതിയിൽ. ഇതേ രീതിയിൽ തന്നെ ചില കമ്പനികളെ നമ്മൾ ലീഡിംഗ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ആ കമ്പനിയെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അവരുമായി മാക്സിമം ഡീറ്റെയിൽസ് കിട്ടും. അല്ലെങ്കിൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെയെങ്കിലും നമുക്ക് HR പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെയെങ്കിലും നമുക്ക് ഈ ലിങ്ക്ഡിൽ നിന്ന് തപ്പിയെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇത് ജെന്യൂൻ ആണോ അല്ലയോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്കിൽ, ചില മനുഷ്യപ്പറ്റുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ അവർ ഡയറക്റ്റായി തന്നെ നിങ്ങളെ റെഫർ ചെയ്യും. കാരണം 1-2 വേക്കൻസി മറ്റേ ഉള്ളൂ എങ്കിൽ ചിലപ്പോൾ റെഫർ ചെയ്യാനും അത് മതി. ഇതൊക്കെ ഒരു ലക്കാണ് ജോബ് കിട്ടുന്നത് എന്ന കാര്യം. അത് എല്ലാവർക്കും അറിയാമല്ലോ. മിക്കവരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും ഈ ലിങ്ക്ഡിൻ എന്ന ആപ്ലിക്കേഷൻ. പക്ഷേ എല്ലാവരും പ്രോപ്പറായി യൂസ് ചെയ്യുന്നുണ്ടോ എന്നതിലാണ് കാര്യം. ജോബ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിലപിച്ചിട്ട് കാര്യമില്ല. നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്താൽ ഇത്
വളരെയധികം ഉപകാരപ്രദമാണ്. എല്ലാ തരത്തിലുള്ള ജോബിനും ഇത് വളരെയധികം നല്ലതാണ്. പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ നല്ല ഒരു പ്രൊഫൈൽ ഫോട്ടോ ആയിരിക്കണം എന്നതാണ്. ഫേസ്ബുക്കിലും മറ്റും ഫൂളിംഗ് ഗ്ലാസും മറ്റും വെച്ചിരിക്കുന്ന ഫോട്ടോ ഇടരുത്. നല്ല ഒരു പ്രൊഫൈൽ ഫോട്ടോ ആയിരിക്കണം. മുഖം വ്യക്തമാകുന്ന രീതിയിലുള്ള പ്രൊഫഷണൽ ഫോട്ടോ ആയിരിക്കണം. നോക്കൂ, HR റിക്രൂട്ടർ, ഇപ്പോൾ കണ്ടിരിക്കുക HR റിക്രൂട്ടർ, അവർ ഒരു ഫീമെയിൽ ക്ലീനേഴ്സ് ആൻഡ് ഹൗസ് മെയ്ഡ്സ് പ്രിഫർ നാഷണാലിറ്റീസ്. നോക്കൂ, ഇത് ഒരു HR റിക്രൂട്ടറാണ്. അവരുടെ പുതിയ വേക്കൻസീസ് ഇതിലേക്കാണ് ഇപ്പോൾ ഇടുന്നത്. പണ്ടൊക്കെ പത്രങ്ങളിലും മറ്റുമാണ്. ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ എല്ലാം അവരുടേതായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിലേക്കാണ് അവർ ചെയ്യുന്നത്. നോക്കൂ, ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. നമ്മൾക്ക് ഇവരെ ഡയറക്റ്റായി കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുമായി മുന്നോട്ട് പോകാവുന്നത്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ടാണ് ഈ ഡീറ്റെയിൽ പറഞ്ഞത്. ഇതേപോലെ പലതും നിങ്ങൾക്ക് എന്താണ് സെർച്ച് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. കണക്റ്റ് ചെയ്യുക. കണക്റ്റ് ചെയ്തതിന് ശേഷം അവർക്കുമായി CV പങ്കുവയ്ക്കുക. അതാണ് ഇതിനകത്ത് ഡീറ്റെയിൽസ് വ്യക്തമായി കാണിച്ചിട്ടില്ല. ചില കമ്പനികളും ചില വ്യക്തികളുമാണെങ്കിൽ അവർ മെയിൽ ID യോ ഫോൺ നമ്പരും മറ്റും വയ്ക്കും. അങ്ങനെയാണെങ്കിൽ അതിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇല്ലാത്ത പക്ഷം കണക്റ്റ് ചെയ്തതിന് ശേഷം അവർ അപ്രൂവ് ആക്കിയതിന് ശേഷം നിങ്ങൾ മെസ്സേജ് ചെയ്യുക. എല്ലാവരും ജോലി അന്വേഷിക്കുന്ന എല്ലാവരും തന്നെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക.